ആന്റി, ഈ മേജർക്ക് ആരുമില്ലേ? ഓ, അയാളൊരു പ്രത്യേക സാധനമാണ്. ഭാര്യ നേരത്തെ മരിച്ചു. ഓമനിച്ച് വളർത്തിയ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവളും പോയി. പിന്നെന്താ, ഒറ്റത്തടി, വേണ്ട പണവും. മനസ്സും അടുത്ത് പട്ടണവും പരിഷ്കാരവും വെറുത്ത് ഇപ്പതേ കാട്ടില്ല താമസം. ചില നേരത്തെ പ്രകൃതം കണ്ടാ തോന്നും വട്ടാണെന്ന്. അല്ല, അപ്പൊ അങ്ങേർക്കും വട്ടാ? നീ പോടാ കർക്ക. അതെയോ? അരിയും ഉപ്പും മുളകും എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇതിലുണ്ട് കേട്ടാ. ഇങ്ങള് പറഞ്ഞ ആനക്കൊമ്പിലെ ചെപ്പ് നമ്മൾ പറഞ്ഞു വെച്ചേക്കണ്. 2-3 ചന്തയും പാലാണ് കഴിഞ്ഞോട്ടെ. പിന്നെ എന്തുണ്ട് കഥറ നാട്ടിലെ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷന്റെ താറ്റി. മനുഷ്യന്മാര് തമ്മില് കൊടിന്റെയും ജാതിന്റെയും പേരും പറഞ്ഞ് തമ്മി തല്ലിലും കൊല്ലലും തന്നെ അവിടുത്തെ വിശേഷം. ഒക്കെ കാണുമ്പോ തോന്നും നിങ്ങളീ മേജറും ചെലിക്ക് എല്ലാം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഈ കാട്ടിലൊന്ന് കൂടിയോ. പിന്നെ എന്താണ് വീടറുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. അല്ല താത്തി, ഈ കുട്ടികൾ ഏതാണ്? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്റെ പിള്ളേരാ, അനിയും വിനു. എങ്ങാണ്ട് നിഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ. ഊയിന്റെ പടച്ചോനെ, ഇത്രയും ചെറുപ്പത്തിലാ? ഇക്കണക്കിൽ ഇവര് വളർന്നു കഴിഞ്ഞാലത്തെ കാര്യാ. കൊള്ളാവുന്നോടത്തെയും പിള്ളേർ ആയിരിക്കും. ആളുകൾ അന്വേഷിച്ചു വന്ന് കൊല്ലാപ്പുണ്ടാക്കുന്നതിന്റെ മുമ്പേ നമുക്ക് കയ്യോടെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാം. ഒന്ന് വെറുതെ ഇരിക്കും കാതറേ. താൻ എന്റെ പാട് നോക്ക്. ഇവരെന്റെ പിള്ളേരാ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ താൻ നാളെ ചന്തന്ന് വരുമ്പോ ഇതാ ഇതിൽ എഴുതിയിരിക്കുന്ന ഉടുപ്പുകളെല്ലാം വാങ്ങിക്കൊണ്ട് വരണം, മറക്കണ്ട. കാതറിന് സന്ധ്യക്ക് മുമ്പേ അങ്ങ് എത്താനുള്ളതല്ലേ. നടന്നു. അയാള് പോലീസ് പറഞ്ഞു കൊടുക്കൂ വിനു? എനിക്കും അതാ പേടി. പറഞ്ഞു കൊടുക്കലെന്നാ തോന്നുന്നേ. ആന്റി, അയാൾക്കും പേടിയാ. മേജർക്ക് അറിഞ്ഞുകൂടായിട്ടാണ്. കുട്ടികൾ പുറപ്പെട്ടു പോയാല് വീട്ടിലുള്ളവരെ ചങ്കരിച്ചില് തമാസക്കാരിയല്ല. വേണ്ട കാതറി. ഞമ്മക്കിത് കേൾക്കുമ്പോഴാണ് താത്തി പിന്നെ പോട്ടേന്ന് വെക്കാം. പഠിപ്പും ലോകവിവരമുള്ള നിങ്ങളിങ്ങനെ ബുദ്ധിമോശം പറഞ്ഞാലോ? കേക്കി കാതിരി പറയുന്നത് അതിന്റെ ശരി. ഞമ്മക്ക് ഈ കുട്ടികളെ പോലീസിൽ ഏൽപ്പിക്കാം. ഓച്ചാളി വീട്ടിലെത്തിച്ചോ. കാതറി, കാതറിനറിയൂ ഞാനെന്താ നാടും വീടും വിട്ട് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയണമെന്ന്? എനിക്കൊരു മോളുണ്ടായിരുന്നു, സുമ. ഒറ്റ മോൾ. അവൾ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. അവർ ഒളിച്ചോടിപ്പോയി. അന്വേഷിച്ചു പിടിച്ച് അവളെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ എന്റെ സുമമോൾ അവൾ എന്നെ തോൽപ്പിച്ചു. പിറ്റേന്ന് അവൾ ആത്മഹത്യ ചെയ്തു. കാതറിനറിയില്ല, സ്നേഹിക്കുന്ന മനസ്സുകളെ പിരിക്കരുത്. അത് പാവമാണ്. ആ കുട്ടിയോള് സ്നേഹമായിട്ട് അവിടെ കഴിഞ്ഞോട്ടെ. നമ്മളായിട്ട് അവരെ പിരിക്കണ്ട. വിനു, ഇത് കണ്ടോ? നിലത്തിടുന്നതാ. എന്താ അത്? ആന്റി, പാവം ദേ മുറിഞ്ഞിരിക്കണു. വല്ലാതെ നോന്നുണ്ടാവും. സാരമില്ല, മരുന്നരച്ചു പുരട്ടാം. തത്തച്ചീ മോളൂട്ടി, മോക്കിതാ കൂടുണ്ടാക്കുന്നു.
കം ഓൺ ചിൽഡ്രൻ, കം കം. എങ്ങനെയുണ്ട് ഈ കാട്? ആര് വന്ന് വിളിച്ചാലും ഇവിടെ വിട്ടു പോകരുത്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ഇവിടെ. വരൂ. ആ, നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളൂ. ഓൾ റൈറ്റ്, വേണ്ടെങ്കിൽ വേണ്ട. നോ ഫോർമാലിറ്റീസ്. ഒളിച്ചോടി പോന്നതാണെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് പെട്ടത് നന്നായി. നാട്ടിലേക്കാളും മനസമാധാനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് നടക്കാം. കമോൺ. എന്താണിത്? ഇത് മലവേടന്മാർ പൂജ കഴിച്ചതിന്റെ ബാക്കിയാണ്. അതിനിവിടെ അമ്പലമുണ്ടോ? ഇല്ല. പിന്നെ ആരെയാണ് അവർ പൂജിക്കുന്നത്? മലവേടന്മാരുടെ ദൈവം ഈ വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം ദൈവമോ? അതെ. ആദി മനുഷ്യൻ മുതൽ ശക്തിയെ ആരാധിച്ചു. തീയും വെള്ളവും പ്രപഞ്ചശക്തിയാണ്. ഈ വനഭൂമിയെ നിയന്ത്രിക്കുന്നത് ഈ വെള്ളച്ചാട്ടമാണ്. ഇത് കോപിച്ചാൽ ഈ കാടും ഇവിടുത്തെ സകല ജീവജാലങ്ങളും നശിക്കും. അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തെ പ്രസാദിപ്പിക്കാൻ മലവേടന്മാർ ഇതിനെ ആരാധിക്കുന്നു. വൈ. സാവകാശം ഉന്നമെടുത്ത് പഠിക്കണം, എന്നാലേ കിട്ടൂ. കാട്ടിൽ താമസിക്കാൻ ഇങ്ങനെ പലതും പഠിക്കാനുണ്ട്. ആദ്യം ഇവിടെ ചേച്ചിയും ഞാനും മാത്രമായിരുന്നു. പിന്നെ വല്ലപ്പോഴും വരുന്ന കാതൽ. ഇപ്പോൾ നിങ്ങളുമായി. വി ആർ ഗ്രോയിങ്. അങ്കിൾ, ഈ ആന്റി എന്താ എപ്പോഴും മുറിക്കാത്തിരുന്ന് തന്നെത്താൻ വർത്തമാനം പറയുന്നത്? ആന്റിക്ക് ആരുമില്ലേ? അതൊരു കഥയാണ് കുട്ടികളെ. ഞാനും കേട്ടിട്ടേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് നായാട്ടിന് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ കോട്ടേജ്. ഒരു ദിവസം അവരുടെ ഭർത്താവ് നായാട്ടിന് പോയിട്ട് തിരിച്ചു വന്നില്ല. വെള്ളച്ചാട്ടത്തിൽ ഒലിച്ചുപോയി. ഇപ്പോഴും അയാൾ ഇവിടെ ഉണ്ടെന്നാണ് അവരുടെ തോന്നൽ. മരിച്ചു എന്ന് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറാവുന്നില്ല. എ പെക്യൂലിയർ ടൈപ്പ്. പാവം ചേച്ചി. തുറന്ന മനസ്സാണ് അവരുടെ. കമോൺ മീനു. Sorry, hey, come. ആന്റി, വാ കഴിക്കാം. വേണ്ട. വേണ്ട വേണ്ട, അവിടെ തന്നെ പോയി കിടന്നു. എന്റെ അടുത്ത് വരികയെ വേണ്ട. ആന്റി, ഞാൻ കല്യാണം കഴിപ്പിച്ച് തരില്ലായിരുന്നു. അതിന് ക്ഷമയില്ലാണ്ട്. വേണ്ട, ഇനി നീ അവിടെ തന്നെ കിടന്നാ മതി. പൊയ്ക്കോ. നിങ്ങൾക്കങ്ങനെ പറയാം. ഒരമ്മയ്ക്ക് മനസ്സിലാകും മോള് ചീത്തയായുള്ള വേദന. സാരമില്ല എന്നാ, കല്യാണം കഴിപ്പിക്കാനാ എന്ന് തന്നെയാ ഞാനും കരുതിയേക്കണേ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എന്നാലും അവൾ എഴുന്നേറ്റ് പോയപ്പോ നിങ്ങൾക്കെങ്കിലും എന്നെ വിളിച്ചുണർത്തായിരുന്നില്ലേ?
അല്ല താത്തി, കുട്ടികളുടെ വീട്ടുകാരോട് ചോദിക്കാണ്ട് നമ്മൾ നിക്കാതെ നടത്തിയാല് ആരായി വീട്ടുകാര്? എന്റെ പിള്ളേരുടെ കാര്യം ഞാനാ തീരുമാനിക്കാൻ. എന്റെ പിള്ളേര് ചീത്തയായി പോയി. ഇനിയും വെച്ചോണ്ടിരുന്ന കുടുംബത്തിന് ചീത്തപ്പേര്. കാതറ് നാളെ വരുമ്പോ ഒരു താലിയും കൂടി വാങ്ങിക്കൊണ്ടുവരണം. ആ ശരി. വെനു, ഇതാ. ഇനി എന്റെ എല്ലാം നിങ്ങൾക്കുള്ളതാണ്. അത് കടിക്കരുത്. വൈരക്കല്ലാണ്. അകത്ത് പോയാലുണ്ടല്ലോ ചത്തുപോകും. നിങ്ങൾ സന്തോഷമായിട്ടും സ്വരുമയായിട്ടും കഴിയുന്നത് കണ്ടാൽ മാത്രം മതി ഇനി എനിക്ക്. അഗ്നിസാക്ഷിയായിട്ടല്ല, ഈ വനഭൂമിയുടെ ശക്തിയായ വെള്ളച്ചാട്ടത്തെ സാക്ഷി നിർത്തി നമുക്ക് ഈ വിവാഹം നടത്താം. വന്നിക്ക് മക്കളെ. മക്കളെ, ഇങ്ങോട്ട് മാമിലി മാലയായിട്ട് മാറും നമ്മൾ. വെനു, ഇതാ ഇതവളുടെ കഴുത്തിൽ കെട്ട്. കുടിക്ക്. അയ്യേ. Let us dance. Come on. നമുക്ക് പിരിയാം. എന്റെ പിള്ളേർക്ക് ഉറങ്ങാൻ സമയമായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. അപ്പോഴേ ഒന്നിറങ്ങി വന്നേ. നമുക്കിത് അപ്പുറത്ത് കിടക്കാം. നമുക്ക് വയസ്സായില്ലേ? നമ്മുടെ ബെഡിൽ ഇനി പിള്ളേര് കിടക്കട്ടെ. നിങ്ങൾ കിടന്നു, ഞാൻ ഇപ്പൊ വരാം. മനസ്സിനൊരു തണുപ്പ് പോലെ, എന്തൊക്കെയോ ഒരു ഭാരം ഇറക്കിയ പോലെ. ആന്റി അങ്ങളും കിടന്നിരുന്ന കട്ടില. പേടിയുണ്ടോ?
ആരായിന്ന് അറിഞ്ഞു? എന്തിനാ കുടിച്ചേ? വെറുതെ ഒരു രസത്തിന്. അങ്ങനെ ഒരു രസം വേണ്ട, എനിക്കിഷ്ടല്ല. അനിക്കിഷ്ടല്ലെങ്കിൽ അനിയാണെ എന്നാണെ ഞാൻ കുടിക്കില്ല. പ്രോമിസ്? പ്രോമിസ്. നമ്മളിപ്പോ കുട്ടികളൊന്നല്ല കേട്ടോ, ഭാര്യയും ഭർത്താവുക. ആ സീരിയസ്നെസ് വേണം. ഉറക്കം വരുന്നില്ലേ? തലമാറി കിടന്നിട്ടാവും. സാരമില്ല, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയല്ലേ. നമ്മൾ ചെയ്യാനുണ്ടായിരുന്നതൊക്കെ ചെയ്തു തീർത്തു ഇല്ലേ? ഇനി എനിക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ കൂടെ കിടക്കാമല്ലോ.